ഈശോയെ, ഇതെന്നതാടി മേരി, പെരുന്നാളോ ഇത്ര ഘോഷമായിട്ട്? ഇത്തിരി കഞ്ഞി കുടിക്കുമ്പോ ഒരു എരിവ് തട്ടണം. അതിന് നീ ഇങ്ങനെ ഓരോ പാത്രങ്ങളിലായിട്ട് വെച്ച് വിളമ്പിയ അത് വേസ്റ്റ് അല്ലയോ? ഓ എന്റെ പൊന്നു മനുഷ്യ, ഇങ്ങനെ തീറ്റക്കാര്യത്തിൽ പോലും പിശുക്ക് കാണിക്കുന്ന എന്തിനാ? കെട്ടിപ്പൊതിഞ്ഞു വെച്ചിട്ട് ആർക്കെങ്കിലും കൊടുക്കാനോ? എന്ന് വെച്ച് ദൂർത്തന്നാത്തിനാടി. ഇപ്പൊ നമ്മൾ ഇതിനെ ഭക്ഷണം എന്ന് വിളിക്കും. ഇവിടുന്ന് എഴുന്നേറ്റാലോ ഇതേ സാധനത്തിനെ വേസ്റ്റ് എന്നും വിളിക്കും. ഭക്ഷണത്തിന് വേണ്ടി കാശ് ചെലവാക്കാം, വേസ്റ്റിന് വേണ്ടി കാശ് ചെലവാക്കണം മേരി. ഓ ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. എനിക്ക് എന്റെ കൊച്ചുങ്ങളുടെ കാര്യം ഓർത്തിട്ട് ആദ്യ. എന്നാത്തിനാ? നിങ്ങൾക്കത് പറയാം. ഒരു വീട്ടിലൊരു ആൺകുട്ടി ഉണ്ടായാൽ തന്നെ അവിടെ ഒരു പെൺകുട്ടി വരുമ്പോൾ ചങ്കിടിപ്പാ. ഇത് 5 എണ്ണമാ. ആർക്കെങ്കിലും ഒരു കയ്യബദ്ധം പറ്റിപ്പോയാൽ ഉള്ള കാര്യം പറയാലോ മേരി, അവന്മാർ ആൺകുട്ടികളാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഒന്ന് പോ മനുഷ്യ. അതുമാത്രമല്ല, അവരെല്ലാരും കല്യാണം കഴിക്കില്ലെന്ന് ഒരുമിച്ച് ശപഥവും ചെയ്തിരിക്കുമല്ലയോ? പിന്നെ ശപഥം. കാര്യങ്ങളൊക്കെ ഞാൻ ഭീമനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ നോക്കിക്കോളും. എൻ്റെ മേരി, ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ. മനസ്സ് വിഷമിപ്പിച്ചാൽ പിന്നെ അത് മാറാൻ ഒരുപാട് സമയമെടുക്കും. അതുവരെ ലൈറ്റും പാനും ഒക്കെ ഇടണ്ടായോ? ഹോ, കറണ്ടിനൊക്കെ എന്നാ വിലയാ. പരമദുഷ്ട. അപ്പൊ എന്റെ മനസ്സിനേക്കാൾ വലുതാ നിങ്ങൾക്ക് കറണ്ട്. എടീ, ഇരുട്ടത്ത് സങ്കടപ്പെടുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ പകൽ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, അതാവുമ്പോ നഷ്ടവും ഇല്ല. ദേ, നിങ്ങളോട് പറയാൻ ഞാൻ ആളല്ലേ. ആ നിങ്ങളിരുന്നോ. അയ്യോ, ഞാൻ ചേച്ചിയുടെ കൂടെ ഇരുന്നോളാം. നീ ഇരുന്നോ മോളെ. ഇരുന്നോടി. നാണോണ്. വലിയ ചിട്ടയില ഞാൻ വളർത്തിരിക്കണതേ. ആൺകുട്ടികളുടെ മുഖത്തേ നോക്കില്ല. ഇക്കാലത്ത് അതൊന്നും കാര്യമാക്കണ്ട മോളിയല്ലേ. മോനെ അർജുന, ഒന്ന് എണീറ്റേ. ഒന്ന് എണീക്ക്. എണീക്കങ്ങട്. ഇവിടെ ഇരുന്നോ. മോൻ കഴിച്ചോ? ദാ കഴിക്ക്. അയ്യോ, മോൾക്ക് കറി ഒഴിച്ചില്ല. കഴിച്ചോ. ചേച്ചി അവിടെ പോയിരുന്നോ? ഞാൻ വിളമ്പി കൊടുത്തോളാം. ഇവർക്ക് ഞാൻ കൊടുക്കാതെ പറ്റില്ല. അയ്യോ, അങ്ങനത്തെ ശീലങ്ങളൊക്കെ മാറ്റാതെ പറ്റുമോ? നീ എന്താടി മിണ്ടാതിരിക്കണേ? സഹദേവനോട് എന്തെങ്കിലും ചോദിക്ക്. നിങ്ങൾ സമപ്രായക്കാരല്ലേ? അതെ, ചേട്ടന് ഉപ്പുമാവ് ഇഷ്ടാണോ? അതെ, എനിക്കും അതെ. മുട്ട ഇഷ്ടാണോ? അതെ, എനിക്കും. പപ്പട ഇഷ്ടാണോ? അല്ല, എനിക്കും അല്ല. അയ്യോ, എന്തൊരു പൊരുത്തം! വെറുതെ അല്ല, സഹദേവനെ കണ്ട നിമിഷം മുതല് ഇവള് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ കുരിശ് അവന്റെ തലയെ കുടുങ്ങുന്ന ലക്ഷണമാ. സഹദേവന് എന്തെങ്കിലും വേണോ? എനിക്കിത്തിരി സാമ്പാർ വേണം. ഒന്നും മിണ്ടാതിരിക്ക അവിടെ. മോൻ പറ, മോൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അയ്യോ, നന്നായി ഭക്ഷണം കഴിക്കണ്ടേ? കൊച്ചു കുഞ്ഞല്ലേ. അമ്മേ, ഓ എന്താ മോളെ? എനിക്കും മുട്ട വേണം. മോന്റെ പാത്രത്തിൽ ഇരിക്കല്ലേ, നിനക്കെന്താ അതിൽ നിന്ന് എടുത്താല്?
എടുത്തോടി എടുക്ക്. കഴിച്ചോ? അയ്യോ ഭയങ്കര നാണക്കാരിയാ. എടി നാണക്കാരി, അവിടെ നിക്കടി നിക്കടി അവിടെ. ശവം ഇനി എനിക്ക് വേണ്ടത്. സാരമില്ലടാ, നിന്നോട് അവൾക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. സ്നേഹം മണ്ണാങ്കട്ടയാ. അതെടാ സഹദേവ, നിന്റെ ഭാഗ്യം. നല്ല മോളും നല്ല തള്ളേ. ചേട്ടാ വെറുതെ മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കരുത്. എന്തിനാണ് അവനെ കളിയാക്കിയത്? അവന് നമ്മളെ പോലെ വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചവനല്ലേ? വെറുതെ ഞാനൊരു തമാശ പറഞ്ഞല്ലേ ഏട്ടാ. പറയരുത്. ഒരു പെൺവിരോധി വേറൊരു പെൺവിരോധിയെ വേദനിപ്പിച്ചൂടാ. സോറി. ദോശ കഴിക്കും. ടീച്ചറെ, എത്രയും പെട്ടെന്ന് ആ തള്ളയും മോളെ ഇവിടുന്ന് പറഞ്ഞയച്ചോട്ടാ. രണ്ടും ഒരു വക. അറിയാൻ കരുണ, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഒന്നോർത്താ നല്ലതാ. ഒരു പെണ്ണടുത്ത് നിൽക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുമ്പം അവരുടെ മനസ്സൊന്ന് മാറിക്കിട്ടിയാലോ? എൻ്റെ ടീച്ചർ അതിന് പെണ്ണാണെങ്കിലല്ലേ. അവൾ അടുത്ത് നിന്ന് പെരുമാറിയ ആണുങ്ങൾ ആരായാലും പെണ്ണുങ്ങളെ വെറുത്തു പോവും. താമര പൂതനാന്ന് അവൾക്ക് പേരിടുന്നത്.